അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സൈഗംസ് ചാനൽ. ഗൈസ്, അപ്പൊ 7ാമത്തെ ബർത്ത്ഡേ ആണ് നമ്മുടെ സൈഗുവിന്റെ. ചെറിയൊരു കേക്ക് കെട്ടികളൊക്കെ ഇന്നലെ രാത്രി തന്നെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇന്ന് എല്ലാരും വന്നിട്ടുണ്ട്. ഇന്ന് സൈഗുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സകല പരിപാടികളും ഇവിടെ നമ്മൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. സ്കിബിഡി ടോയ്ലറ്റ്, അതായത് അവൻ ഏത് ടൈമിലും ടി വിയിൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞ കാർട്ടൂൺ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ തന്നെ പറയും, നിനക്ക് ഏത് ടൈമിൽ ഇത് തന്നെ നടപ്പടി, ഇതൊക്കെ കണ്ടിട്ടുള്ള പരിപാടി. കാരണം ഈ ക്ലോസറ്റിൽ നിന്ന് നല്ല സംഭവങ്ങളും മറ്റേ മറിച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ വിചാരിച്ച് അവന്റെ ഇഷ്ടമല്ലേ, അപ്പൊ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എപ്പോഴും ഒരിക്കലും ഞങ്ങളുടെ ഇതുകൊണ്ട് പറയുന്നുണ്ടാവും എന്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ സ്കിബിഡി ടോയ്ലറ്റ് കൊണ്ടിട്ടുള്ള ആ ഒരു കാർട്ടൂൺസ് ഒക്കെ വെച്ചിട്ടുള്ള കേക്ക് വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ അതൊക്കെ കുറച്ച് ദിവസത്തെ ഓട്ടത്തിന്റെ ഇടയിൽ ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എല്ലാം സെറ്റാണ്. ഓൾറെഡി ഇവരെല്ലാരും താഴത്തുണ്ട്. അപ്പൊ ഇത് ആദ്യം നിങ്ങൾ കുറച്ച് സർപ്രൈസുകളിൽ ഒന്ന്. അപ്പൊ എല്ലാരും താഴത്ത് വെയിറ്റിംഗ് ആണ്. നമുക്കപ്പോ താഴത്തുനിന്ന് സൈഗുവിന്റെ റിയാക്ഷൻ എന്താ നോക്കാം. അവരെ നമുക്ക് കൂടെ വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല. ഇതിനകത്തുള്ള എന്താ പറയാ കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. ആരൊക്കെയാണ് എന്തൊക്കെയാന്ന് പറയാം. ഇത് ക്യാമറമാൻ, ഇത് ടി വി വുമൺ. ഓക്കെ, ടൈനി ക്യാമറമാൻ. ഏത് ടൈനി സ്പീക്കർമാൻ, അത് ടി വി മാൻ. എന്താണ് പിന്നെ ക്യാമറമാനാ? ഓക്കെ, സ്കിബിഡി ടോയ്ലറ്റ്. പിന്നെ സ്കിബിഡി ടോയ്ലറ്റ് എവിടെ ഏതാ? ഓ, ഇതാണല്ലേ സ്കിബിഡി ടോയ്ലറ്റ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ ഇതിൻ്റെ അകത്ത്? ഞങ്ങൾക്ക് അറിയാൻ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ പരിചയപ്പെടുത്തണം. ഹായ് ക്യാമറ. എല്ലാ ക്യാമറയിലും ഉണ്ടായിട്ട് ലാസ്റ്റ് ക്യാമറ കയ്യിലില്ലെങ്കിൽ അത് മോശമല്ലേ? എബ്രുവിന്റെ കയ്യിലൊരു ക്യാമറ. ഫേവറേറ്റ് കളറാണോ ബ്ലൂ? അടിപൊളി അടിപൊളി. ഇതെന്താ സംഭവം? ഇതാരാണ് ഈ മനുഷ്യൻ? അതാരാന്ന് നോക്ക്. അതാണ് സ്കിബിഡി ടോയ്ലറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സൈഗുവിന് എന്തായി? നമ്മൾ ഈ തീമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായാ? സൈഗുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇക്കു സേറ, നമ്മുടെ അജിത്ത, റഫീക്ക, ഷിനാജ്, റിച്ചു, സുമി, ഐച്ചു, മഷു, സുനു, സോനു. പിന്നെ ആടെ പിന്നെ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അതെ, ബ്രൗണി നോക്കിയേ സൈഗു, നല്ല അടിപൊളി, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ? അതല്ലേ? അതാരാണ്? ഓ, സ്പീക്കർമാൻ. അതൊക്കെ പോട്ടെ. സൈഗുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ് സൈഗുവിന്റെ? 7. 7ാമത്തെ ബർത്ത്ഡേ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? എവിടെ? ഇവിടെ 7 എഴുതി വെച്ചിട്ടിട്ടാ. അത് കൊള്ളാം. ഫുള്ള് നമ്മൾ കയറുന്ന നോട്ടെ. ക്യാമറ കഴിയുന്നുണ്ടല്ലോ. ക്യാമറ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നമ്മൾ ഈ ഡെക്കറേഷൻസിലൊക്കെ ഒരുപാട് ക്യാമറകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഗം ഇങ്ങനെ പൊളിഞ്ഞിട്ട് താഴത്ത് വീണ് കുറേയൊക്കെ പൊട്ടിപ്പോയി. എബ്രുവിന്റെ കയ്യിൽ ഒരെണ്ണം എബ്രു സ്വന്തമാക്കി അല്ലേ? എവിടെ എവിടെ എവിടെ? ഓക്കെ, അപ്പൊ എല്ലാരും കയറുന്നു. നമുക്ക് കേക്ക് കെട്ടിയാൽ പരിപാടി തുടങ്ങാം. എന്താണ് സൈവ എന്ത് നോക്കണില്ല? ബർത്ത്ഡേ മാൻ കൊള്ളാല കോസ്റ്റ്യൂം.
പൊളിയല്ല. ആടെ മലേഷ്യന്ന് കൊണ്ടുവന്ന ഷൂസ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഡ്രസ്, പൊളിച്ച് അല്ലേ മൊത്തത്തിൽ. ആ നീ യൂസ് ചെയ്യും. നിനക്ക് ഇനി ഇതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇതൊക്കെ നിനക്കുള്ള എല്ലാം നിനക്കുള്ള. ആ പുള്ളി ഇതിൽ എന്തൊക്കെ എനിക്ക് സ്വന്തമാക്കാന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടിരിക്കും. ആ ടിവിയിൽ കണ്ടിട്ടുണ്ടാ? അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായി. കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും നിന്നു. കേക്ക് നല്ല ഡിഫറെന്റ് കേക്കാണ് ഇപ്രാവശ്യം നമ്മള് ചെയ്യിപ്പിച്ചിരുന്നില്ലേ. ആ എന്താണ് സൈക്ക്? ടീം കേക്ക്. യൂഷ്വലി ഈ സമ്മർ ടിവിയിൽ കണ്ടോണ്ടിരിക്കുക, സ്കൂളിൽ ട്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ കണ്ടോണ്ടിരിക്കും. ഇത് കാണുമ്പോൾ അല്ല ഞാനത് പറഞ്ഞോണ്ടിരിക്കും, ഇത് എന്താണ് ഈ ക്ലോസറ്റിൽ നിന്നൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ പിള്ളേരുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ സംഭവം. അവർക്ക് അതിൻ്റെതായ ഒരു രസമുണ്ട്. അപ്പൊ വി തോട്ട് എന്തായാലും അത് ഫേവറേറ്റ് അല്ലേ. അപ്പൊ ആക്ച്വലി സുനു പറഞ്ഞാണ് ടോയ്ലറ്റിന്റെ കേക്ക് ചെയ്താൽ മതിയായിരുന്നു. അതല്ല ഞാനിപ്പോ പറഞ്ഞല്ലോ. പിന്നെ ടോയ്ലറ്റിൽ അങ്ങനെ കേക്ക് ചെയ്ത് നാട്ടുകാർ മൊത്തം പോയി ആ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ടോയ്ലറ്റ് കേക്ക് പണിത് വെച്ചേക്കള് ഇവരൊക്കെ. ഇതൊക്കെ എന്താ ചെയ്ത് കൊടുക്കുമ്പോ അവര് ടോയ്ലറ്റിന്റെ കേക്കും ചെയ്ത് കൊടുക്കും. അതിലൊരു പോട്ടിയുടെ ക്രീം അങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ വെക്കും. പക്ഷെ നമുക്ക് തൽക്കാലം അതൊന്നും വേണ്ട. നമുക്ക് മര്യാദക്കുള്ള കേക്ക് മതി, ബാക്കിയെല്ലാം ഫോട്ടോ മതി അല്ലേ. അതാണ് എനിക്ക് ഇഷ്ടം. പൊളി ചെറുക്ക് ഫുള്ള് ഹാപ്പി അല്ലേ. കേക്ക് കട്ടിയോ? റെഡിയല്ലേ? ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ സൈഗുവിന്റെ 7ാമത്തെ ബർത്ത്ഡേയുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നൈഫ് എടുത്ത് കൈ പിടിച്ചോ. എവിടെ നൈഫ്? നോക്കി കഴിഞ്ഞിട്ട് കട്ടിയുടെ മുമ്പ് നിനക്ക് നിന്റെ എന്തെങ്കിലും നോക്കാനുണ്ടോ? നോക്കി തീർക്കാനുണ്ടോ? സ്റ്റൈലായിട്ടിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്താണ് സ്പെക്സ്. ഇത് യെല്ലോ അല്ല. എന്ത് കളറാ? ഓ മൈ ഗോഡ്, ഞാൻ പോലും വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. റെഡി? ഓക്കെ, എല്ലാവരും പിടിക്കാം. സുനു പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സൈഗു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ദാദിയാണ് എന്റെ ഞാൻ gift. പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് ദാദി പറഞ്ഞു അയ്യോ ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല അടുത്ത മാസം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ദാദിയാണ് എന്റെ ഗിഫ്റ്റ് എന്നാ പറഞ്ഞത്. അജിത്താണ് കണ്ണ് കാണുന്നത്. വലിയ കരയില്ല അജിത്ത. ഞാൻ ആസ്വദിക്കും കണ്ണ് കണ്ടില്ല. അജിത്ത ഇപ്പോൾ എന്ത് വേണം? ഇത് കണ്ണു വയ്ക്കേ. കണ്ണൊക്കെ കറിയാ അജിത്തനെ കരച്ചിലേ അജിത്ത. കുഞ്ഞിലെ പോലെ കാണുന്നല്ലേ അയ്യാണ് ഞാൻ എത്തിയത്. തലേന്ന് രാത്രി വരുന്നതാണ്. ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ഞാൻ സമയത്ത് ഓടി എത്തി. എന്നാലും എന്റെ മോനെ വെറുതെ തമാശ പറഞ്ഞാണ്. അവൻ എന്നാലും അത് തിരക്ക് തിരക്ക് അജിത്തനെ കണ്ണ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും. കട്ടി വലിയ വലിയ പീസ് കൊടുക്ക്. കുഞ്ഞു കുഞ്ഞു പീസ് അവര് കട്ട് ചെയ്യാൻ പറ്റില്ല. കൊടുക്കിച്ചു ചെറിയ കഷ്ണം മതി. കട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കള്ളി തള്ളി അതാക്കട്ടെ കള്ളില്ല. അതിനൊക്കെ കേക്കുണ്ട്. കുഴപ്പമില്ല പോട്ടെ മതി പ്രശ്നമില്ല. ബാബാ ബാബാ ഷിനാദ് ഫാമിലി ചെല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? എന്നാലും നിന്റെ ഡയലോഗ് അവന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു ദാദിന്റെ അടുത്ത്. ദാദിയാണ് എന്റെ ഗിഫ്റ്റ്. ആ അത് പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാദിനാ ആണോ? ഭയങ്കര ഇഷ്ടമാണ്. ഏ അങ്ങനെ ഷിനാദ് ഫാമിലി എത്തി. സാറിൽ എടുത്തെടുത്തോ. ആ ഒന്നുകൂടാ ഇതെന്താണ് എത്ര ഗിഫ്റ്റാണ്? അതെ അതെ എല്ലാം പറിച്ചിടും. പിടിച്ചു അപ്പൊ തന്നെ പിടിച്ചു. പാസ് ചെയ്തോ എനിക്കറിയാം. കേക്കൊക്കെ പറിച്ചിടും. നിങ്ങൾ 3 പേരെ സ്പെക്സ് വെച്ചിട്ടിരിക്കില്ല. സൈക്കോ പോരി ഇത്. ആ ഉള്ളു പൊളി. അയച്ചുന്റെ കോസ്റ്റ്യൂം ഉള്ളല്ല. അടിപൊളി കോസ്റ്റ്യൂം അല്ല. വൈറ്റ് ഒക്കെ അടിച്ച് പൊളിച്ച് വേറെ ലെവല്. കയ്യിലൊക്കെ നൈസ് നൈസ്. എന്താണ് സുമിയൊക്കെ സൈലന്റ് അല്ല? ഒരു ഉഷാറായിട്ട് സ്റ്റിക്കർ എപ്പോഴും സുമിയാന്റെ അല്ലേ വാരി തരാറ്. ഇന്ന് സുമിയാന്റിക്ക് വാരി കൊടുക്കണത്. ചോറ് വാരി കൊടുക്കണത്. അതെ അതെ. അപ്പൊ എനിക്ക് ഉമ്മ തന്നില്ല. സുമി നിക്കണടുത്ത്. അപ്പൊ എനിക്കോ അങ്ങനെ. ഓക്കെ എന്താണ് അടുത്ത പരിപാടി പറയൂ. എന്താണ് എല്ലാരും പരിപാടിക്ക് ഇവൻ വിടണില്ല. ഞാൻ എന്ത് ചെയ്യാൻ? അതുകൊണ്ട് മൂലം കയറിയിരിക്കണാണ്. അവിടെ പോയ ചൂടെടുത്തിട്ട് പറയും ഡ്ര പോണോന്ന്. എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ട്. നമുക്ക് അല്ല സൈഗോ നിനക്ക് നിന്റെ വീട്ടുകാരും ഗിഫ്റ്റ് തന്നില്ലേ? ഡാഡർ ഗിഫ്റ്റ് ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഡാഡർ ഗിഫ്റ്റ് അതാണ്. നിങ്ങളുടെ ഗിഫ്റ്റ് ഉണ്ട്. ഇനി എന്താ നിങ്ങളുടെ ഗിഫ്റ്റ്? നിങ്ങളുടെ ഗിഫ്റ്റ് ഉണ്ട്. അതല്ലേ ചോദിക്കണത്. നിനക്ക് എക്സ്പ്രഷൻ ദാദിയുടെ വെച്ചൊരു ഗിഫ്റ്റ് അല്ലേ? എക്സ്പ്രഷനോ അതെന്ത് എക്സ്പ്രഷനാണ്? നവരസങ്ങൾ
ആ അവർക്ക് കൊടുക്കട്ടെ നിനക്ക് മാർക്ക് കൊടുക്കട്ടെ ഇത് പയ്യയുടെ വക. ബയ്യയുടെ വക പയ്യയുടെ വക. ആ റേസിംഗ് കാറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ബയ്യയുടെ വക കിട്ടുന്ന ഗിഫ്റ്റ് ആണല്ലോ ആ ദാദിയുടെ വക വരാൻ പോണ് യെല്ലോ കളർ ഇഷ്ടമായ ഭാവിക്ക്. യെല്ലോ കളറിൽ കിട്ടുന്ന സ്കൂട്ടർ മോനെ അതാണ് നമുക്ക് ഫുള്ള് സെറ്റ് ആണുണ്ട് പെട്ടെന്ന് അത് ഓടിച്ചോ അല്ലെ ഉമ്മയായിരിക്കും അതിൽ കേറാൻ പോണേ എനിക്ക് അതിൽ ഒരു ഡൗട്ട് ഇപ്പൊ ഓടിക്കല വാങ്ങിച്ചോ വാങ്ങിച്ചോ ആ വാങ്ങിച്ചോ അവർക്ക് ജസ്റ്റ് ഒന്ന് അത് എടുത്തോ റിസീവ് ചെയ്തോ ആ വാ ദാദിയുടെ ഗിഫ്റ്റ് ദാദിയുടെ അതിന്റെ പപ്പനയുടെ ഒക്കെ ഗിഫ്റ്റ് റിസീവ് ചെയ്യണേ ആ കമാൻ കമാൻ ആ വാ വാ ഏ ആ അതിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് ചീത്തായി പോയി ദാദിയുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ സൈക്കു അത് ഫസ്റ്റ് അല്ലേ അത് റെഡിയാവും അതിന്റെ പാക്കിംഗ് ഒക്കെ അയക്കാനൊക്കെ ഉണ്ട് എന്നിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിനക്കിത് സ്ഥിരം എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ ആ ഹാൻഡിൽ നമുക്ക് താത്തട്ടെ അവിടെ സെറ്റ് ചെയ്യും അതെ അതെ പക്ഷി തുടങ്ങാൻ പോളി പക്ഷി ഒരു വീഴ്ചക്കുള്ള ചാൻസ് ഉണ്ട് സ്റ്റെപ്പ് വഴി താഴത്തേക്ക് പോണു സ്റ്റെപ്പ് വഴി താഴത്തേക്ക് പോണു സ്റ്റെപ്പ് വഴി താഴത്തേക്ക് പോണത് ആ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇതേ നോക്കി അടിപൊളി അടിപൊളി കിടിലൻ നടക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഡയലോഗ് അടിച്ച് കരയിപ്പിച്ച് ഏത് പാട്ടാണ് നമ്മൾ പാടുന്ന രാത്രി പൂവും പൂക്കാതെ പഠിക്കാൻ പാട്ട് മറന്നുപോയ പാട്ടൊക്കെ പാടിയാ കിടക്കളെ പൂക്കൾ പൂക്കൾ അതെ ഓക്കെ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലേ പിന്നെ മച്ചുമ്മയ്ക്ക് എന്താ പറയണ്ടെന്ന് പറഞ്ഞ കേട്ടാർന്നാ നമുക്ക് ആ ചേറി കയറിക്കോ ചേറി കയറിക്കോ സ്റ്റാൻഡ് ഇട്ടോ വെച്ച് പയ്യ സ്റ്റാൻഡ് ഇട്ട് തരും ആ ഓക്കെ സെറ്റ് അടിപൊളി 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 ബാ ബാ ചെറിയ കയറിക്കോ അങ്ങനെ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്ത സന്തോഷത്തിലാണ് സൈഗു ആ അതെ ഫ്രണ്ടിൽ തന്നെ കേക്ക് പറിച്ചിട്ടുണ്ട് ആ കേക്ക് പറിച്ചിട്ടുണ്ട് ആ ആ വാ അതെ സിനാജാൻ പിടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ഫ്രണ്ടിൽ നിരന്ന് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് എന്താണ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ദീദിയുടെ ഗിഫ്റ്റ് ദീദിയുടെ ഗിഫ്റ്റ് ദീദിയുടെ ഗിഫ്റ്റ് അയ്യടാ ദീദിയുടെ ഗിഫ്റ്റ് പൊട്ടിക്കണ്ടേ പൊടിച്ച് നിങ്ങൾ പൊടി അടിപൊളി അടിപൊളി എന്തായിരിക്കും പറ ഏറ്റവും ഇഷ്ടപ്പെടും ഇത് സൈഗ് എപ്പോഴും പറയാറുണ്ട് എനിക്കത് വേണം അത് നല്ല രസമല്ലേ നോക്കാം നമുക്ക് എന്തായിരിക്കും ഓക്കെ ഓപ്പൺ ചെയ്യാം നോക്കാം അതാണ് എപ്പോഴും പറയാറ് കിച്ചൺ സെറ്റ് ഭയങ്കര ഇഷ്ടമാണ് മാസ് സൈഗുന് കിച്ചൺ സെറ്റ് ഇഷ്ടമാണ് അറിഞ്ഞൂടാ കിച്ചൺ സെറ്റ് ദീദിന്റെ മക കിച്ചൺ സെറ്റ് എവിടെ സൈഗുനെ കാണല്ല കുക്ക് ചെയ്യണത് നമുക്ക് എന്തെങ്കിലൊക്കെ കുക്ക് ചെയ്തത് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അടിപൊളി അടിപൊളി പണി ബിക്കോസ് എന്നെയാണ് വിളിക്കാൻ പോണേ കഴിക്കാന്ന്
യാ മോനെ പൊളി. അങ്ങനെ കിച്ചൺ സെറ്റും കിട്ടി. അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സാധനം. ആ ദീദി നിനക്ക് അറിഞ്ഞു വന്ന് സൈക്കു. ദീദി നിനക്ക് അറിഞ്ഞു വന്നോ? അവന്റെ മുഖം കാണണ്ട. അവന്റെ മുഖം എന്താണ് ഒന്നും കൂടെ ഒന്നും കൂടെ. അല്ല ഒച്ച അങ്ങോട്ടാണ് ആ ഇനി എന്താ പന്നെന്ന് നോക്കണേ. ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം. എന്തായിരിക്കും? ടി വി റിപ്പോർട്ട്. എക്സ്ട്രാ ടി വി റിപ്പോർട്ട്. അയ്യോ അങ്ങനല്ല ആക്ഷേപിക്കരുത്. ക്യാപ്റ്റൻ അമേരിക്ക ക്യാപ്റ്റൻ ബൈ. നോക്ക് പൊടിച്ചു നോക്ക്. നോക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഓ എക്സൈറ്റഡ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സത്യം സത്യം അവൻ ഈ പ്രാവശ്യം തകർക്കണ്ട എക്സ്പ്രഷൻ കൊണ്ടിട്ട്. അടുത്തേക്ക് സുനു. ഡാഡി തന്നില്ല ഇന്നലെ. ആ ഓക്കെ അടുത്ത നോക്കാം. അടുത്ത പൊട്ടിക്കാം. അടുത്ത പൊട്ടിക്ക്. യെസ് ഗിഫ്റ്റുകളുടെ ബഹളമായി. തന്നെത്താനെ കണ്ണൊക്കെ പൊത്തിക്കണം. എനിക്ക് കാണണം. എനിക്ക് സർപ്രൈസ് തന്നാ മതി. എനിക്ക് സർപ്രൈസ് തന്നാ മതി. കണ്ണ് പൊത്തിക്കാണ് ഞാനുള്ളത്. ആ അതിന് കയ്യിൽ കൊടുത്തോ. അറേ മൂത്താപ്പ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അത് വന്നപ്പോ തന്നെ മൂത്താപ്പ ഇടിപ്പിച്ചു. മൂത്താപ്പ തന്നെ തന്നെ നല്ല ഊരിടിപ്പിച്ച്. മക്കൾക്ക് ഓർമ്മയില്ല അത് കൊണ്ടുവരാൻ വേണ്ടി ഓർമ്മ ഉണ്ടായില്ല. അല്ല അത് മടക്കി അവിടെ വെച്ചിട്ടുണ്ട് റൂമിലുണ്ട്. എബ്രു ഇല്ലേ, എബ്രുവിനെ പറ്റി എപ്പോഴും എന്താ പറയുന്നത് സൈക്കു? എബ്രു വരുമ്പോ സൈക്കു എന്തെന്നാ പറയണേ? എന്നെ മലയാളം എപ്പോഴും എബ്രു സൈക്കു വന്ന് പറയും ഊട്ടിപ്പോയി ബ്രദറാണ്. എനിക്ക് ഇങ്ങനത്തെ ബ്രദറെ വേണമെന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ ബ്രദറിന്റെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വേണ്ടേ? എബ്രുവിന്റെ വക ഗിഫ്റ്റ്. എബ്രുവിന്റെ വക ഗിഫ്റ്റ്. എബ്രു ഗിഫ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ്. ബാബാ അതെ ഉമ്മി വിളിക്കണേ. എന്തായിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക ഡ്രസ്. ക്യാപ്റ്റൻ അതന്നെ നീ എപ്പോഴും പറഞ്ഞിട്ടിരിക്കണ ക്യാപ്റ്റൻ അമേരിക്ക ഡ്രസ് ഉണ്ട്. ആ എബ്രുവിന്റെ വക. ചൂടെടുക്കണത്. ഓക്കെ പൊട്ടിക്ക്. ഉറപ്പാണോ ക്യാപ്റ്റൻ അമേരിക്ക ഡ്രസ് ആയിരിക്കും? ഉറപ്പ്? എനിക്ക് ഉറപ്പാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡ്രസ് ആയിരിക്കും. എനിക്ക് ഉറപ്പാണെന്ന് പറയണത്. ഷീൽഡ് ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ്. ക്യാപ്റ്റൻ അമേരിക്ക ഡ്രസ്. ഞാൻ മോനെ പൊളി.
പൊളി ബർത്ത്ഡേ അത് കുഴപ്പമില്ല അവിടെ അവിടെ ഫിറ്റ് തരാം അവിടെ ഫിറ്റ് തരാം അവിടെ അവിടെ ഫിറ്റ് തരാം ക്യാപ്റ്റൻ അമേരിക്കൻ ഡ്രസ് ടാറ്റാ മസില് മസില് നിനക്കില്ലേ കുഴപ്പമില്ല മസലൊക്കെ ഉണ്ടായില്ലേ അതെ അതെ ആ നിങ്ങൾക്ക് സ്കൂളിൽ വിട്ട് പോവാതെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കാര്യം പിള്ളേര് പറഞ്ഞാണ് പറഞ്ഞാ വാങ്ങിക്കാതെ അല്ലേ പക്ഷെ അതൊന്നും അല്ലേ അത് വാങ്ങിച്ചിട്ടില്ലേ ഒരാഴ്ചക്ക് മുമ്പേ വരുത്തിച്ച് വെച്ചാൽ മതി ഓക്കെ അപ്പൊ അടിച്ചു പൊളിച്ച് തകർത്ത് തിമിർത്ത് ഇതും പൊട്ടിച്ച് ആ പറഞ്ഞല്ലേ സിനാജിനെ കൂടെ പൊട്ടി ആ അത് സമ്മതിക്കില്ല സിനാജ് സമ്മതിക്കില്ല അതെ ഞങ്ങളെന്താ ഓളപ്പാന അല്ലേ അതെ ഡാഡ ഇതെല്ലാം ചെയ്തില്ലേ ഡാഡക്ക് ഇന്നെന്ത് ഗിഫ്റ്റ് അതെ അടുത്തതെ സിനാജ് മാമോട് എന്തായിരിക്കും പറ ചെല്ലു സുമി ചെല്ലേ പൊട്ടിച്ചു കൂടെ അവനെ ഹെൽപ്പ് ചെയ്തോളൂ പൊട്ടിക്ക് ഇനി എന്ത് പറയണോ അല്ല കിട്ടി ഇനി എന്ത് പറയണോ അടുത്ത ഗിഫ്റ്റ് അൺബോക്സിംഗ് പിന്നെ റിമോട്ട് കാർ കിട്ടില്ല സൂപ്പർ കാർ സൂപ്പർ ആ മോനെ അടിപൊളി അടുത്ത എന്താന്നൊക്കെ വാച്ച് ഉറപ്പാണ് കേട്ടാ സുമി വാച്ച് ഉറപ്പാണ് പിന്നല്ല പൊളിച്ച് അടിപൊളി ബേർഡ് അടിച്ചു പൊളിക്കണല്ലോ ഇവിടെ നോടാ കൈയടിച്ചോണ്ടേ കെട്ടിത്തരും കൈയാണി അത് കറക്റ്റാ അങ്ങനെയാണ് അടിപൊളി ഓടെ കറിയാ കണ്ട പൊന്നു പൊളി സാധനം കിട്ടില്ല കാറായിട്ടുണ്ട് കാറുകളുടെ ബഹളമല്ല സൈകു ആ കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ടോയ്സ് ഒക്കെ നീ പഠിച്ചോളാം മര്യാദക്ക് സ്കൂളിലൊക്കെ പോയിട്ട് കേട്ടാ ആ എന്താണ് അവിടെ നോട്ട എന്താണ് കൈസ് കാറില്ല ഇഷ്ടായ സിനാജ് ഒരു ഉമ്മോട്ടെ ആ അതെ സുമ്മി തല്ലടി ഞാൻ ഫ്രീ ആയിട്ട് ഉമ്മ വായിക്കണത് അവിടുന്ന് അടിപൊളി എല്ലാരും ഗിഫ്റ്റ് കഴിഞ്ഞു അല്ലേ ഇതെന്തിന് ഡാഡ എന്ത് ഗിഫ്റ്റ് ചെയ്താ അവൻ വിചാരിച്ച ഞാൻ ഷെയർ ഇട്ടിട്ടാണ് ക്യാപ്റ്റൻ അമേരിക്ക മേടിച്ചത് അവൻ മഷ്റൂമിന്റെ വകയോ അല്ലേ അത് മതി അവന്റെ മോൻ അപ്പൊ അവൻ മേടിച്ചത് കൊടുക്കണ്ടല്ല വേണ്ട നീ പറഞ്ഞില്ലേ ഇനി വേണോ അപ്പൊ ഞാൻ കൊണ്ടുവരാം അവൻ പോലെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയധികം ഗിഫ്റ്റ് കിട്ടുന്നുള്ളത് ആ അതിനാണ് കുറച്ച് ലൂസ് ആക്കി തരാം അവൻ പോലെ അതെങ്ങനെ ലൂസ് ആക്കിട്ട് ഇപ്പൊ കറക്റ്റ് ആയില്ലേ ലൂസ് ആയില്ലേ അടുത്തത് എന്താ ഞാൻ കൊടുത്തോളൂ വാ ഇത് പൊട്ടിക്കണ്ടേ എന്തായിരിക്കും പറ ഇന്നിട്ട് ആടെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം പൊട്ടിക്കാൻ വേണ്ടി Happy birthday! Happy birthday! എന്റെ കുട്ടാപ്പിയാണ് ഞാൻ അവന് 50 days ഇരിക്കുമ്പോഴാണ് അവനെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നലെ റീൽ എഡിറ്റ് ആക്കുമ്പോൾ ഐ സോ ഹിസ് പിക്ചേഴ്സ് ലൈക്ക് ആ 50 ഞാൻ പറഞ്ഞ് സോനു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അവനെ കാണണമെന്ന് പക്ഷെ അപ്പൊ തന്നെ വരാൻ പറ്റൂല 40 കഴിയാതെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ 40
ഇതാ തോറ് മൂത്രയ്ക്കാൻ പോകുന്നു. പൊട്ടിക്കിപ്പാ. One by one പൊട്ടിക്ക്. ഓക്കെ അപ്പൊ അതാ പിന്നെ പറയാം. കൊണ്ടാ പിടിച്ചത്. പറഞ്ഞോ എന്നെ അവിടെ അല്ല, അവിടെ excitement കാണില്ല. ഞാൻ വെറുതെ emotional. ശശിയാവും. അല്ല, ശശിയല്ല, emotional ആവും. വേണ്ട. അവന്റെ happiness ന്റെ ഇത്. സാധനമില്ല, തോർ കിട്ടില്ലേ? ഇത് അടുത്തത് തോടൊക്കെ ഇങ്ങനെ ആവുമ്പോഴേക്കും. ഇത്രയും ഗിഫ്റ്റൊക്കെ വീട്ടിലൊക്കെ സ്ഥലം വേണ്ടേ? ഓക്കെ ഇത് അടുത്തത് ആ, എത്ര ഉണ്ടല്ലോ? ഗിഫ്റ്റുള്ള ബഹളമുള്ളത് ആയിരിക്കോ? ലാസ്റ്റിക്ക് ദീദിക്ക് പൊതിയായി പൊട്ടിക്കാൻ വേണ്ടി ദീദി വിചാരിച്ചിട്ടായിരുന്നു. ആ കിട്ടിയില്ല ദീദി പൊടിഞ്ഞ് ഞാൻ പൊട്ടിക്കാറ്. പെട്ടെന്ന് പൊട്ടിക്കൂ. ഞാൻ വിചാരിക്കണായിരുന്നു ഇപ്പൊ പാക്ക് ചെയ്ത് അപ്പൊ ഞാൻ കഥ ജൈഗോ 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 അതിടാണല്ലോ ആടെ കണക്ക് തരാനുള്ളൂ എന്ത് ചെയ്യാനാ ആ ഇത് കേൾക്കുന്നതാണ് ഇത് സ്പെക്സ് ഒക്കെ ഇടാനാണ് എന്നാലും നിങ്ങൾക്കൊന്നും മേടിക്കാം. സെൻഡ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ല, ഹാപ്പിയാ അല്ലേ? അപ്പൊ സൈഗു 7 years ആയത് നമുക്ക് കണ്ണിനെ ബ്ലിങ്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 7 years ആയി. സ്റ്റിൽ വി കോൾ ഹിം വാവ വാവ വാവ. ഞാൻ പറഞ്ഞില്ല 50th ഡേയിൽ അവനെ കണ്ടത് സ്റ്റിൽ എനിക്ക് ഓർമ്മ ഉണ്ട്. ലൈക്ക് ഫോട്ടോസ് ഒക്കെ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തായിരുന്നു. റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഐ വാസ് ലിറ്ററലി ട്രൈയിങ്. എനിക്ക് ലോട്ട്സ് ഓഫ് മെമ്മറീസ് ഉണ്ട് അവൻ്റെ അടുത്ത്, ലോട്ട്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. സുനു ആണെങ്കിൽ കുറച്ച് വലുതായി പിന്നെ ഞാൻ വന്നത്. സൈഗു ലൈക്ക് ഞാൻ തന്നെ ഡെലിവറി ചെയ്ത പോലെ, ഞാൻ തന്നെ അവനെ ഡെലിവറി ചെയ്ത പോലെയാണ്. ബിക്കോസ് അവൻ അത്ര കുഞ്ഞിരിക്കുമ്പോൾ വരെ ഞാൻ കാണുന്നുണ്ടായി ആൻഡ് അവനെ ഓർക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. സോ ഇന്നലെ ഞാൻ റീൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ വാസ് ഫീലിംഗ് സോ എമോഷണൽ. ഇപ്പൊ എനിക്ക് എന്തോ അവൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറെ ടൈം കിട്ടണില്ല എന്നുള്ള ഫീൽ. ഹിൽ ഗോ ടു സ്കൂൾ, കം ബാക്ക്, മദ്രസ, കം ബാക്ക്, ട്യൂഷൻ, കം ബാക്ക്, ചോറ് ഓർക്ക. ഇത്ര ഐ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ബോത്ത് ദ കിഡ്സ്. ഞാൻ ഇന്നലെ സോണിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, ഇവരൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വഴക്ക് പറയാനോ പോലും ടൈം കിട്ടുകയില്ല. സ്റ്റിൽ ദേ ആർ ആസ്കിങ് ഇനി അതിന് ചേർന്നോട്ടെ ഇതിന് ചേർന്നോട്ടെ എന്ന് പിന്നെ അവർ ചോദിക്കണാണ്. ടൈം നമുക്ക് കിട്ടാറില്ല അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ. സോ അവരുടെ അടുത്തുള്ള മൊമെന്റ്സ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം വെരി ഹാപ്പി. ദേ സ്റ്റഡിങ് വെരി വെൽ. ഇനിയും അടിപൊളിയായിട്ട് ഇന്നലെ ലക്ഷ്മി പറഞ്ഞില്ലേ വീഡിയോ എടുക്കുമ്പോ സൈഗുവിന്റെ പേരിന്റെ മീനിങ് എന്താ? ലയൺ. അതുപോലെ തന്നെ ലയൺ ആയിട്ട് അപ്പൊ ലയൺ പോലെ തന്നെ എപ്പോഴും എന്ത് വന്നാലും ലൈഫില് അടിപൊളിയായിട്ട് ഹാപ്പി ബർത്ത്ഡേ. എന്ന് ഞാനും സോനും സൈഗോടെ പുറത്തു പോയപ്പോഴത്തേക്ക് അവനെ മഷുന ഇന്നലെ അവൾ ഇത്ര റീൽസ് കണ്ടിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് പറഞ്ഞത് അത് കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയി നിൽക്കുന്നുണ്ട്. കണ്ണൊക്കെ പറയുന്നത് എന്തായാലും ടോയിട്ടപ്പോ അതൊക്കെ പറഞ്ഞത്. ഓക്കെ അപ്പൊ നമ്മള് സ്പെഷ്യൽ കിറ്റ്. എവിടെ ഉമ്മയോടെ അപ്പൊ നമുക്ക് അതിന്റെ പേരെ സൈഗോ ഒരുപാട് ഹാപ്പി ഹാപ്പി അല്ലേ? ഡോണറ്റ് തിന്നണോ? ഡോണറ്റ് തിന്നണോ? ഇല്ല ഡോണറ്റ് ഓക്കെ ഭക്ഷണം ആ വൈൻഡപ്പ് കൊടുക്കാം ഗൈസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് കൊടുക്കാനുള്ള അതെ വൈൻഡപ്പ് കൊടുക്കാനുള്ള ടൈമായി. അല്ല വൈൻഡപ്പ് കൊടുക്കാല്ലേ? അതിന് മുമ്പിൽ അവരുടെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്തായാലും സൈ എപ്പോഴും ചോദിക്കണേ, താങ്കളുടെ എപ്പോഴും ചോദിക്കും. 2 മാസം മുമ്പേ ചോദിക്കാൻ തുടങ്ങി. ചെറിയൊരു എന്തായാലും
അവന് എന്റെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അത് പകുതി ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പകുതി ചോദിക്കാത്തൊക്കെ അവൻ സ്വയം ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. എങ്ങനെയാണ് നീതിക്ക് സർപ്രൈസ് കൊടുത്തത്? എങ്ങനെയാണ്? സൈക്കിൾ അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് നിനക്ക്? ഉറപ്പ്? അത്ര ഉറപ്പാണ്? ഷുവറാണോ? ആ ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ശിലാജ അമ്മനെ അങ്ങോട്ട് വിടാം. നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളത്. നോക്കാം. നീ വിചാരിച്ച ബൈക്ക് തന്നെയാണാ? ഇതിന്റെ കവർ ഞാൻ താഴെ ഉണ്ടായിരുന്നു. അല്ല ഇതിന് ഇരിക്കാൻ പറ്റൂല. പറഞ്ഞോടാ, കുഴപ്പമില്ല, എനിക്കിത് ഇങ്ങനെ ഓടിക്കാലോ. അത് ഈ ബൈക്കിൽ ഉദ്ദേശിച്ചത് ഹാപ്പി അല്ലേ? അല്ലെങ്കിൽ ഞാൻ സൈക്കിൾ എന്ന മാതിരി ഞാൻ ഇതെല്ലാം പ്രതീക്ഷ എന്നുള്ള എന്താ സൈക്കിൾ ഹാപ്പി അല്ലേ? സൈക്കിൾ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് സൈക്കിൾ ഹാപ്പിയാണ്. സൈക്കിൾ വിചാരിച്ച പോലെ നമ്മള് സൈക്കിളിന് കിടിലം ബൈക്ക് നമ്മള് സർപ്രൈസ് ആയിട്ട് കൊടുത്ത് ദീദിക്ക് കൊടുത്ത പോലെ ഇവിടെ ലൂലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് ഫുള്ള് സൈക്കിൾ എക്സൈറ്റഡ് ആയിട്ട് കള്ളക്കാരങ്ങൾ നോക്കിയാ ഇവിടെ കള്ള സത്യം പറ, ഉള്ളീന്ന് പറ. ഇഷ്ടമായ? ഓക്കെ, അത് ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്പെക്സ് ഒക്കെ അവിടെ ഉണ്ട്. നല്ല മഴയൊന്നും പെയ്യാറായി, വണ്ടി പോയാ. ഓക്കെ, നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വേണ്ടപ്പ് ചെയ്യാം അല്ലേ? എന്താണ് റിയാക്ഷൻ? എന്താ ഉദ്ദേശം? എക്സ്പെക്ട് ചെയ്ത പ്രതീക്ഷ ഈ ബൈക്ക് കൂടി അറിയൂ. അപ്പൊ ആൾക്കൊരു ഗസ്റ്റില്ലേ? അപ്പോഴും കിസ്സാന്നില്ല, കെട്ടിപ്പിടിച്ച് തെക്കില്ലേ ഉള്ളൂ. അടിപൊളിയല്ലേ? നാളെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കട്ടെ. അതൊക്കെ നാളെ നമുക്കിത് ഓടിക്കാൻ വേണ്ടി നമുക്കൊരു ഹെൽമെറ്റ് വാങ്ങിക്കാനുണ്ട്, ജാക്കറ്റ് വാങ്ങിക്കാനുണ്ട്, നീ പാഡ്, ഇവിടെയൊക്കെ ഷൂസ്. നമ്മള് അബദ്ധവശായിട്ട് പഠിക്കാൻ കുറച്ച് വീയും. അപ്പൊ വീയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ തലക്ക് കയ്യൊന്നും പൊട്ടരുത്, തലേന്നും പൊട്ടരുത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇത് നമുക്ക് ചെയ്യാൻ, ഓടിക്കാൻ. ഓക്കെ, പൊളിയല്ലേ? ബൈക്ക് കിട്ടിയ സന്തോഷല്ലേ? എക്സ്പെക്ട് ചെയ്തായിരുന്നു? എങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല? ഷോക്കായല്ലേ? കണ്ടപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? അറിയില്ല അത് നല്ല അടിപൊളി, നല്ല ഫിറ്റായി.
സന്തോഷം. അപ്പൊ ഇനി നീ ബൈക്ക് വേണ്ടേ? ഓക്കെ, അപ്പൊ വാ നമുക്ക് ഇനി ശരിക്കും മൈനപ്പ് കൊടുക്കാം അല്ലേ? അവിടെ ഉമ്മാരും കൂടെ എല്ലാരും സോനു മഷു വരും മൈനപ്പ് കൊടുക്കാം. മൂത്തപ്പട ഹാപ്പി ബർത്ത്ഡേ. ഷർട്ടും നല്ല അടിപൊളി കാലൊക്കെ കാർട്ടർ പാന്റ് അല്ലേ? അടിപൊളിയല്ലേ? പൊളിച്ച്. മുത്തപ്പൊക്കെ കൊടുത്തേ, മുത്തപ്പൊക്കെ കൊടുത്തേ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എവിടെപ്പാ എല്ലാരും സോലെന്താ? റെഡി ആ സൈബ് വഴിയപ്പോ അല്ലേ? നമ്മളല്ലേ പറഞ്ഞത്. ഞാൻ ഇൻട്രോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. പറ എന്താ നിനക്ക് തോന്നുന്ന വൈൻഡപ്പ് പറ. ഇന്നെനിക്ക് എല്ലാവരുടെയും ഗിഫ്റ്റ് കിട്ടി, അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഹാപ്പി കാണൂല, കുറെ ദിവസം കഴിയാലും ഹാപ്പി കാണൂല. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വേണം wind up ചെയ്യാൻ. ഇനി ഞാൻ അങ്ങനെ ആയിരിക്കും wind up ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബൈ ബൈ. ലൈക്ക്